പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ സാവകാശത്തിനായി ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന് നന്ദി പറയാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം, ജെനസിസ് ചാപ്റ്റർ 21. അവിടെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പോൾ ഈ അധ്യായം വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് ദൈവം തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരധ്യായമാണ്. ഇതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഐസക് ഇസ് ബോൺ, ഇസഹാക്ക് ജനിക്കുന്നു. 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഇഷ്മായേൽ ബാനിഷ്ഡ്, ഇഷ്മായേലിനെ പുറത്താക്കി കളയുന്നു. 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, അവിടെ ഒറിജിൻ ഓഫ് ബേർഷേബ അല്ലെങ്കിൽ അബ്രഹാമും അബിമേലേക്കും തമ്മിലുള്ള ഒരു ഉടമ്പടി, ഒരു സ്വയർ നടക്കുന്ന ഒരു ഭാഗം. അങ്ങനെ ഈ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് ഈ അധ്യായത്തെ പഠിക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവം സാറയെ സന്ദർശിച്ചു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് പഖാദ് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. ഈ പഖാദിൻ്റെ അർത്ഥം വിസിറ്റ് ചെയ്യുക, കാണുക, ബി ഗ്രേഷ്യസ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈ വാക്ക് തന്നെ നമുക്ക് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും കാണാനായിട്ട് കഴിയും. ഹന്നയെ ദൈവം സന്ദർശിച്ച് ആ വാഗ്ദത്ത സന്തതിയെ കൊടുക്കുന്ന ആ ഭാഗത്ത്. അതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലും നമുക്ക് ഈ വാക്ക്, ഈ പഖാദ് എന്ന് പറയുന്ന ഈ വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ജോസഫ് ഈ വാക്ക് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ എന്നോട് കരുണ കാണിക്കണം, കരുണ കാണിച്ചല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ് മൈ ബോൺസ്. നിങ്ങളെ ദൈവം ഇവിടെ നിന്ന് ദൈവം സന്ദർശിച്ച് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥികളോട് ഒരു മനസ്സലിവ് കാണിച്ച് ടേക്ക് കെയർ ചെയ്യണം എന്ന്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരു ഷ്യൂർ വിസിറ്റ്, ദൈവത്തിൽ നിന്ന് നിശ്ചയമായിട്ടും ഒരു വിസിറ്റ്, ഒരു സന്ദർശനം നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം പറയുവാനായിട്ടും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫിസിക്കലായിട്ട് വന്ന ഒരു ദൈവ പ്രത്യക്ഷത എന്ന് നമുക്കതിനെ പഠിക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവ പ്രത്യക്ഷതയാകണമെന്ന് നിർബന്ധമില്ല. സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഓർത്തു, ദൈവം കണ്ടു, ദൈവം കരുണ കാണിച്ചു, ദൈവം ടേക്ക് കെയർ ചെയ്തു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഇതിനെ പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. മറ്റ് ഒരു കാര്യം അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്, ദൈവം അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു,
താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് നിവർത്തിച്ചു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? അരുളി ചെയ്തതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അരുളി ചെയ്തിരുന്ന അവധിക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഗോഡ് ഡിഡ് ആസ് ഹി ഹാഡ് സ്പോക്കൺ. ദൈവം എന്താണോ സംസാരിച്ചിരുന്നത്, എന്താണോ വാഗ്ദത്തം ചെയ്തിരുന്നത്, ദൈവം എന്താണോ പറഞ്ഞിരുന്നത്, ആ പറഞ്ഞത് അതുപോലെ ദൈവം നിവർത്തിക്കുകയാണ്. മാത്രമല്ല അവിടെ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഗോഡ് ഡിഡ് അറ്റ് ദ സെറ്റ് ടൈം. ദൈവം സെറ്റ് ചെയ്തിരുന്ന ഒരു സമയം, അരുളി ചെയ്തിരുന്ന ഒരവധി, അടുത്ത വർഷം ഈ സമയം എന്ന് പറഞ്ഞിരുന്നു. ആ അടുത്ത വർഷം ഈ സമയം ദൈവം സെറ്റ് ചെയ്തിരുന്ന, ദൈവം അരുളി ചെയ്തിരുന്ന ആ അവധിക്ക് താൻ പ്രവർത്തിക്കുകയാണ്. ഓർത്തു നോക്കിക്കേ, നമുക്കവിടെയും സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. താൻ അരുളി ചെയ്തത് നമ്മോടൊരു പ്രവാചകനിലൂടെ പറഞ്ഞതോ, ഒരു പ്രവാചകിയിലൂടെ പറഞ്ഞതോ, ഒരു ദൈവവചനം നാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു തന്നതോ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം മുട്ടുമടക്കിയപ്പോൾ നാം കേട്ട ദൈവശബ്ദം, നാം പ്രാപിച്ച ആ അഷ്വറൻസ്, നാം ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടത്, ഇത്തരത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും നിവർത്തിക്കുവാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന, അതിനുവേണ്ടി നമ്മളെ വിസിറ്റ് ചെയ്യുന്ന, അത് ഓർത്ത് നമ്മളെ കാണുന്ന, ഹല്ലേലൂയ, അതിനു വേണ്ടി നമ്മളോട് കരുണ കാണിക്കുന്ന ആ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് മറന്നു പോകണ്ട. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് അങ്ങനെയുള്ള ഒരു കാര്യം കർത്താവ് ചെയ്യുമെന്നുള്ളത് ഒന്ന് ഉറച്ചാട്ട്. ദൈവം അരുളി ചെയ്തത് അവൻ ചെയ്തിരിക്കും. ദൈവം ഹല്ലേലൂയ, സ്തോത്രം, ചെയ്തിരിക്കും. അവിടെ അടുത്തതായിട്ട് പറയുന്നത് അരുളി ചെയ്ത അവധിക്ക് അവൻ ചെയ്തിരിക്കും. ഹല്ലേലൂയ, ആ സമയം മാറത്തില്ല കേട്ടോ. ഹല്ലേലൂയ, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, അത് വരും നിശ്ചയം. അതുകൊണ്ട് അതിനായി കാത്തിരിക്കുക എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം അരുളി ചെയ്തിരിക്കുന്ന ഒരു അവധിയുണ്ട്, ഒരു ഗോഡ് സെറ്റ് ടൈമുണ്ട്, ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ആ സമയത്ത് ഈ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെടും എന്നുള്ള അല്ലെങ്കിൽ ഉറപ്പോടുകൂടി ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് അബ്രഹാം, അതിൻ്റെ താഴോട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, അബ്രഹാമിൻ്റെ ഒരു അനുസരണം കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്താണ്? 8-ാം ദിവസത്തിൽ തൻ്റെ പൈതലിനെ അബ്രഹാം പരിച്ഛേദന ഏൽപ്പിക്കുകയാണ്. പരിച്ഛേദന എന്ന് പറയുന്ന ആ ഒരു പ്രമാണം ശരീരത്തിൽ ചൂടടയാളമായി ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളം ചുമക്കുവാൻ ദൈവം ഏൽപ്പിച്ച ആ ഒരു അനുഭവത്തിൽ നിന്നും മറന്നു പോകാതെ തനിക്കൊരാൺപൈതൽ ഉണ്ടായപ്പോൾ അബ്രഹാം അത് അനുസരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ടെടുത്ത ഉടമ്പടികൾ വർഷങ്ങൾ കഴിയുമ്പോൾ, ചില കാലങ്ങൾ കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മറന്നു പോകുവാനായിട്ട് ഇടയാകരുത് എന്നുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, ഇതിനകത്തൂടെ നമുക്ക് പഠിക്കുവാനായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, സാധ്യതയുണ്ട്. 6-ാം വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. ഐസക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ലാഫ്റ്റർ അല്ലെങ്കിൽ ചിരി എന്നാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം കൊണ്ടുവന്ന ഒരു വ്യക്തിയായി നമുക്ക് ഐസക്കിനെ കാണാനായിട്ട് കഴിയും. പക്ഷേ 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും സാറ ഈ വിധത്തിൽ ഒന്ന് ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് സാറ ഉള്ളുകൊണ്ട് ഇത് നടക്കുമോ,
എന്താ ദൈവം ഈ പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തയിലുള്ള ഒരു ചിരിയാണ് 18-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. പക്ഷേ ഇവിടെയും സാറ ചിരിക്കുന്നു. 18-ന്റെ 12-ഉം 21-ന്റെ 6-ലെയും ചിരി തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? എ ലാഫ് ഓഫ് ഡിസ്ട്രസ് ആൻഡ് ഡൗട്ട്. ദൈവത്തെ സംശയിച്ചുകൊണ്ടുള്ള ആ ചിരി, ഹല്ലേലൂയ, ഇറ്റ് വാസ് ടേൺഡ് ടു എ ലാഫ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ജോയ്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ഭയങ്കര സന്തോഷമുളവാക്കുന്ന ഒരു ചിരിയായിട്ട് ദൈവം ഇതിനെ മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ചിരിക്കേണ്ടുന്ന ഒരവസരം വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം, ഹല്ലേലൂയ, ഇത് നടക്കുമോ? വിഷയങ്ങളെല്ലാം നോക്കുമ്പോൾ, സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, വർഷങ്ങൾ കടന്നുപോയത് ഓർക്കുമ്പോൾ, അല്ലേ, ഇതിനി നടക്കുമോ എന്ന് ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, ഹല്ലേലൂയ, ഇതിനി നടക്കില്ല, ഇതിനുള്ള സാധ്യതയില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി ഉപവസിച്ചു, ഞാൻ ഒത്തിരി ഉപദേശിച്ചു, ഞാൻ ഒത്തിരി കാത്തിരുന്നു, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഞാൻ വിശ്വസിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന എൻ്റെ ഉള്ളുകൊണ്ട്, സാറയുടെ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്നാണ് 18-ന്റെ 12-ൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നാം ഉള്ളുകൊണ്ട്, ഹല്ലേലൂയ, തള്ളിയിരിക്കുന്ന കാര്യങ്ങൾ, നടക്കില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയി, പ്രായം കടന്നുപോയി എന്നൊക്കെ നാം വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഒട്ടും സംശയമില്ലാതെ എൻ്റെ ദൈവത്തിന് ഇത് ചെയ്തു തരാൻ കഴിയും. പ്രായം അവനൊരു വിഷയമല്ല, ശരീരത്തിൻ്റെ നിർജീവത്വം ഒരു വിഷയമല്ല, ഹല്ലേലൂയ, വാഗ്ദത്തം പഴകിയതൊരു വിഷയമല്ല, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, നമ്മെ കൊണ്ട് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഹല്ലേലൂയ, നമുക്ക് അമിതമായ സന്തോഷം തരുവാൻ കഴിയുന്ന, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന, നമ്മുടെ രട്ടടിച്ച് നമ്മളെ സന്തോഷം ഉടുപ്പിക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ്, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഐസക് ഈസ് ബോൺ, ഇസഹാക്ക് ജനിച്ചു. ആദ്യത്തെ ഭാഗം അങ്ങനെ കഴിയുകയാണ്. 8-ാം വാക്യം കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പൈതൽ വളർന്ന് മുലകുടി മാറി, ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ഹല്ലേലൂയ. ആ കാലഘട്ടങ്ങളിൽ മെഡിക്കൽ സയൻസ് ഒന്നും അധികം ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ ആ ഒരു ബാല്യം, അവരുടെ ടോഡ്ലർ പീരീഡ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരിക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം ധാരാളം രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു കാലഘട്ടം. പഴയ നിയമ കാലഘട്ടത്തിൽ മുലകുടി മാറുന്ന പ്രായം 3 മുതൽ 5 വരെയുള്ള പ്രായമാണെന്ന് വലിയ സ്തോത്രം നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇസഹാക്കിന് 3 അല്ലെങ്കിൽ 5 വയസ്സ് ഏകദേശം എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ആ സമയം ആകുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇനിയും ഈ കുഞ്ഞ് സർവൈവ് ചെയ്യും. ബാലാരിഷ്ടത എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന ആ വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നാം ഉപയോഗിക്കുന്നത്. ബാലാരിഷ്ടതകളൊക്കെ മാറി, അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുഞ്ഞ് ഒരു അഡൽട്ട്ഹുഡിലേക്ക് പ്രവേശിക്കും എന്നുള്ള ഉറപ്പ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ വിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിരുന്ന് കഴിച്ച് സന്തതിയെ ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് ദൈവം തന്ന സന്തതി എന്ന് പറഞ്ഞ് ഉറപ്പോടെ കാണിച്ചു കൊടുക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാമിന് അങ്ങനെ ഒരു വിരുന്ന് കഴിക്കാൻ തൻ്റെ ആയുസ്സിൽ ഒരിക്കലും താൻ ചിന്തിച്ചില്ല.
തൻ്റെ സ്വന്തം സന്തതിക്ക് വേണ്ടി തനിക്ക് ഇങ്ങനെ ഒരു വിരുന്ന് കഴിക്കുവാൻ കഴിയുമെന്ന് വാഗ്ദത്തമുണ്ടായിരുന്നു. ആവർത്തിച്ചത് പുതുക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും കണ്ണിൻ്റെ മുമ്പിൽ അത് കിട്ടിയിട്ടും ഹല്ലേലൂയ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷക്കാലം ദൈവം പരിപാലിച്ചു, എല്ലാ ബാലാരിഷ്ടതകളിൽ നിന്നും വിടുവിച്ചു. ഇതാ അവൻ എനിക്കൊരവകാശിയെ തന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടെ അതിനെ ലോകത്തിന് പ്രസന്റ് ചെയ്യുവാൻ, ആ സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ, ഒരു വിരുന്ന് കഴിക്കുന്ന സന്തോഷമുണ്ടാകത്തക്കവണ്ണം അബ്രഹാമിനെ സഹായിച്ച ദൈവം മരിച്ചു പോയിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വിരുന്ന് കഴിക്കത്തക്ക വിധത്തിൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സഹോദരങ്ങളെ, നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ദൈവമാണ്. കർത്താവ് അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. അടുത്ത ഭാഗമെന്ന് പറയുന്നത് 9 മുതലുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുളവാക്കുന്ന ഒരു ഭാഗമാണ്. 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വളരെ വേദനയുളവാക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ 21 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഹല്ലേലൂയ, സ്തോത്രം. ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത്. ഹല്ലേലൂയ. സാറയുടെ കണ്ണു തുറന്ന സാറയുടെ ഒരു വലിയ തീരുമാനം. ഇത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വേദന ഉളവാക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ പുറത്താക്കുക, കാസ്റ്റ് ഔട്ട്, ഡ്രൈവ് ഔട്ട് എന്നതിനുപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ഗരാഷ് എന്നുള്ള പദമാണ്. ഗരാഷ്. ഈ പദം മറ്റ് 2 ഇടങ്ങളിലും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിൻ്റെ 24 വാക്യത്തിലും 4 അധ്യായത്തിൻ്റെ 14 വാക്യത്തിലും. 3 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ യഹോവ ആദമിനെയും ഹവ്വയെയും അവർ പാപം ചെയ്യുക നിമിത്തം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ഹല്ലേലൂയ ഭാഗം പറയുമ്പോഴാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ഗരാഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ ടോളറേറ്റ് ചെയ്യുവാൻ കഴിയാതെ അവർ വീണ്ടും ഈ പാപിയായി ഇരിക്കുമ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് മനുഷ്യൻ എന്നേക്കും പാപിയായി തുടരാതിരിക്കുവാൻ ഹല്ലേലൂയ ഏദൻ തോട്ടത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് ഹല്ലേലൂയ കെരൂബുകളെ ഹല്ലേലൂയ വാൾ കൊടുത്ത് അതിന് കാവൽ നിർത്തി ഹല്ലേലൂയ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പാപം നിമിത്തം പുറത്താക്കി എന്നുള്ളത് കാണിക്കുവാൻ പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത്. അതുപോലെ 4 അധ്യായത്തിന്റെ 14 വാക്യത്തിലും കായീനുമായിട്ട് ബന്ധപ്പെട്ട് അവനെ പുറത്താക്കി കളയുമ്പോൾ, അവനെ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ, അവൻ കിഴക്കോട്ട് പോയി പാർക്കുവാനായി ശ്രമിക്കുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ വാക്കാണ് എന്ന് ഓർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. സോ ഇത് നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ നാം വളരെ ബോൾഡായിട്ട് എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് ഇവിടെ സാറ എടുത്തിരിക്കുന്നത്. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വേദനയുള്ള കാര്യമാണെങ്കിൽ പോലും ഇറ്റ്സ് ഓൾവേസ് പെയിൻഫുൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇശ്മായേൽ ജഡത്തെ കാണിക്കുന്നതാണ്, അവൻ ജഡത്തിന്റെ സന്തതിയാണ്. ഇശ്മായേൽ ജഡത്തെ കാണിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഇസഹാക്ക് ആത്മാവിനെ കാണിക്കുന്നതാണ്. അവൻ ആത്മാവിന്റെ സന്തതിയാണ്, വാഗ്ദത്ത സന്തതിയാണ്. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആരാണ് മൂത്തത്? ജഡമാണ് മൂത്തത്. ആത്മാവ് ഹല്ലേലൂയ, സ്തോത്രം പ്രായം ചെറുതാണ്. ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാര്യം? നാം ഒരു മനുഷ്യൻ ജനിച്ച്
ചിലപ്പോൾ ചില വർഷങ്ങൾ 10 വയസ്സ്, 15 വയസ്സ്, 25 വയസ്സ്, 35 വയസ്സ്, 50 വയസ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. അപ്പോൾ ആ 50-ാമത്തെ വയസ്സിലാണ് ഒരാൾ വീണ്ടും ജനനം പ്രാപിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 51 വയസ്സായെന്ന് വെച്ചു. അപ്പോൾ ആ വ്യക്തിയിലെ ഇശ്മായേലിന്, ആ വ്യക്തിയിലെ ജഡത്തിന് 51 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ആ വ്യക്തിയിലെ ഇസഹാക്കിന്, ആ വ്യക്തിയിലെ ആത്മീയ മനുഷ്യന് 1 വയസ്സേ പ്രായമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഇശ്മായേലും ഇസഹാക്കും തമ്മിലുള്ള, ഹല്ലേലൂയ, സ്തോത്രം, വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ജഡമനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ, ഹല്ലേലൂയ, സ്തോത്രം, എപ്പോഴും പ്രായത്തിൽ മുമ്പിലാണ്. അപ്പോൾ പ്രായത്തിൽ മുമ്പിലാകുമ്പോൾ ഇസഹാക്കും ഇശ്മായേലും തമ്മിൽ 10-14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ വയസ്സ്, ആ പ്രായം കഴിഞ്ഞ് അത്രയും വ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഒരു വഴക്കുണ്ടായാൽ ആര് ജയിക്കും? ജഡം ജയിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ജഡം പരിഹസിക്കുകയാണ്, ജഡം ജയിക്കുകയാണ്. ഹല്ലേലൂയ, ആത്മാവിനെ നോക്കി ഹല്ലേലൂയ മോഹിക്കുകയാണ്, പരിഹസിക്കുകയാണ്. പലപ്പോഴും നാം ഹല്ലേലൂയ പലതിനെയും ജയിക്കുവാൻ നോക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ജയിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, സ്തോത്രം, നാം ഭാരപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ജഡം നമ്മെ നോക്കി പരിഹസിക്കുന്ന ഒരു അനുഭവം, നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ ഈ ചിന്തയെ ജയിക്കാൻ നിനക്ക് കഴിയില്ല, ഈ സ്വഭാവത്തെ ജയിക്കാൻ കഴിയില്ല, ഈ ഹാബിറ്റിനെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഈ ശീലത്തെ നിനക്ക് ജയിക്കാൻ കഴിയില്ല എന്നൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ജഡം നമ്മോട് വാദിക്കുമ്പോൾ, ഹല്ലേലൂയ, സാറ എടുത്തതുപോലെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ ഹല്ലേലൂയ അത്യാവശ്യമാണ് എന്നുള്ളത് മറന്നു പോകേണ്ട. ഹല്ലേലൂയ, ഒരു ഗരാഷ് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങൾക്ക് ഈ ഫ്ലഷിനെ ഒന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുവാൻ ഉള്ള ഒരു കൃപ, ഈ ജഡത്തെ ഒന്ന് പുറത്താക്കാൻ ഉള്ള ഒരു കൃപ. ജഡത്തെ നമുക്ക് എന്നേക്കുമായി പുറത്താക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. ക്രൂശിച്ച് ജീവിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഇറ്റ് ഷുഡ് നോട്ട് ബി ആൻ എയർ വിത്ത് എ സ്പിരിറ്റ്. ഹല്ലേലൂയ, ആത്മാവുമായി, എൻ്റെ വാഗ്ദത്ത സന്തതിയുമായി ഈ ജഡത്തിൻ്റെ സന്തതി അവകാശം പ്രാപിക്കരുത്. ഹല്ലേലൂയ, അവകാശം പങ്കിടാൻ ഞാൻ അനുവദിക്കില്ല. ആത്മാവിൽ ഹല്ലേലൂയ എനിക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളുണ്ട്, നിത്യമായി ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്, ഈ ഭൂമിയിൽ ലഭിക്കേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നിത്യതയിൽ സ്വർഗത്തിൽ ഹല്ലേലൂയ അവകാശം എന്ന പ്രതിഫലം ഹല്ലേലൂയ സ്വർഗം എനിക്ക് വെച്ചിട്ടുണ്ട്. ആ അവകാശം ഞാൻ പ്രാപിക്കേണ്ടുന്നവനാണ്, ഞാൻ പ്രാപിക്കേണ്ടുന്നവളാണ്. വാടാത്ത ഒരു അവകാശത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, മാറിപ്പോകാത്ത ഒരു അവകാശത്തിന് വേണ്ടി, നിലനിൽക്കുന്ന ഒരു അവകാശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ആ അവകാശം ജഡം നിമിത്തം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ എന്നോടൊപ്പം, ഹല്ലേലൂയ, എൻ്റെ സന്തതിയോടൊപ്പം, എൻ്റെ ആത്മാവിനോടൊപ്പം ഹല്ലേലൂയ അവകാശിയാകരുത് എന്നുള്ള ആ കഠിനമായ തീരുമാനം ഹല്ലേലൂയ നമുക്ക് ഈ ജഡത്തെ ഇങ്ങനെ ഹല്ലേലൂയ ഇറക്കിക്കളയുവാൻ, റിജക്റ്റ് ചെയ്യുവാൻ, പുറത്താക്കി കളയുവാൻ ഉള്ള ഒരു കൃപ, അതിനുള്ള ഒരു ആത്മശക്തി, അങ്ങനെ അതിനുള്ള അത്തരമൊരു കഠിനമായ തീരുമാനമെടുക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഈ ഗരാഷ് എന്ന് പറയുന്ന ഈ പദം മറ്റ് ചില ഇടങ്ങളിലും കൂടെ
നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എവിടെയൊക്കെയാണെന്നറിയാമോ? 25 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ അബ്രഹാം കെതൂറയിൽ തനിക്ക് ജനിച്ച മക്കളെയെല്ലാം ഇതുപോലെ പുറത്താക്കുന്നുണ്ട്. Abraham sent away the children of his concubines while he was alive. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ വെപ്പാട്ടികളിൽ തനിക്ക് ജനിച്ച മക്കളെ എല്ലാവരെയും അബ്രഹാം ദാനങ്ങൾ കൊടുത്ത് പുറത്തേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതപ്പോൾ എപ്പോൾ ചെയ്യേണ്ടതാണ്? എപ്പോഴാണ് ഈ ഗരാശ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ വേണം. ഹല്ലേലൂയ, സ്തോത്രം. നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ ജഡത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, മരണശേഷം അല്ലെങ്കിൽ നമ്മുടെ രൂപാന്തരത്തിന് ശേഷം നമുക്ക് ലഭ്യമാകേണ്ടുന്ന ഹല്ലേലൂയ, സ്തോത്രം, പ്രതിഫലം എന്ന് പറയുന്ന ആ അവകാശം, ആ ഒരു അവകാശത്തിന് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന അച്ചാരം കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുമ്പോൾ അതൊന്നും നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ, സ്തോത്രം, ജീവനോടിരിക്കുമ്പോൾ തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് ജയിച്ച് മുന്നേറാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ ഈ ഏശാവും യാക്കോബും തമ്മിൽ പിരിയുന്ന ഇടത്തും ഈ ഗരാശ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. അവരുടെ രണ്ടുപേരുടെയും കൂടെ സമ്പത്ത് അവർക്ക് ഒരുമിച്ച് വസിക്കാൻ പറ്റുന്നില്ല. ആ ദേശത്തിനവരെ വഹിച്ചുകൂടാത്ത ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഏശാവും യാക്കോബും തമ്മിൽ പിരിഞ്ഞ് ഹല്ലേലൂയ വേറിട്ട് താമസിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയും ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിൻ്റെ മനുഷ്യനും ഹല്ലേലൂയ ജഡത്തിൻ്റെ മനുഷ്യനും അല്ലെങ്കിൽ അഥവാ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും, അകമേയുള്ള മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും ഉദരത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, വിളി വ്യത്യസ്തമായിരുന്നു, തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നൊക്കെ നാം വായിക്കുമ്പോൾ അവിടെയും ഹല്ലേലൂയ, സ്തോത്രം, ഇവർ തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ല, സെപ്പറേറ്റഡ് ആകുകയാണ്. നമുക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഹല്ലേലൂയ, ജഡവുമായി ഹല്ലേലൂയ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ജഡം ഹല്ലേലൂയ നമ്മുടെ ആത്മാവിനെ ജയിക്കാതെ വണ്ണം ഹല്ലേലൂയ സൂക്ഷിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇത് അപ്പോസ്തലനായ പൗലോസ് കുറച്ചുകൂടെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. വായിക്കാം. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടി അവകാശിയാകുകയില്ല. ആമേൻ. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശിയാകുകയില്ല. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, ഈ പുറത്തെ മനുഷ്യനാകുന്ന ഈ ജഡം, ഈ ഫ്ലഷിനോട് കൂടെ അവകാശി ആകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചവിടെ പറയുകയാണ്. 4 അധ്യായത്തിൻ്റെ 7 വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമോ? അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിൽ അവകാശിയുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നാം ദാസരല്ല, ഹല്ലേലൂയ, പുത്രനാണ്, സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. പുത്രനാണെങ്കിൽ പുത്രിയാണെങ്കിൽ ഹല്ലേലൂയ നാം അവകാശികളുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സോ the threat to God's plan must be removed. ഹല്ലേലൂയ. ദൈവിക പദ്ധതിക്കെതിരെയുള്ള എല്ലാ ത്രെട്ടും ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ഒഴിവാക്കണം. അതിനെ
പുറത്താക്കി കളയണം. ഒരു ഗരാഷ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനി ആ 21 അധ്യായത്തിൻ്റെ 14 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇറ്റ്സ് വെരി പെയിൻഫുൾ, വെരി വെരി പെയിൻഫുൾ. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേദനാജനകമാണ്. ഈ കെതൂറയുടെ മക്കൾക്ക്, തൻ്റെ കൺക്യൂബിൻസിൽ അല്ലെങ്കിൽ തൻ്റെ വെപ്പാട്ടുകളിലൊക്കെ ജനിച്ച മക്കൾക്കെല്ലാം അബ്രഹാം ദാനങ്ങളെ കൊടുക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ ഇസ്മായിലിന് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ, ഒന്നും കൊടുക്കുന്നില്ല. കൊടുക്കാഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണം കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ അവനെയും ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. അബ്രഹാം ഇസ്മായിലിന് ഒന്നും കൊടുത്തില്ല എങ്കിൽ പോലും ഹല്ലേലൂയ, ദൈവം അവനെയും ഒരു ജാതിയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അബ്രഹാം കൊടുത്തപ്പോൾ എന്തു കൊടുത്തു? അബ്രഹാം കൊടുത്തപ്പം ഒരു തുരുത്തി വെള്ളം കൊടുത്തു, കുറച്ച് അപ്പവും കൊടുത്തു. സ്തോത്രം. ഇവൾ ബേർശേബ മരുഭൂമിയിലൂടെ ഉഴന്ന് നടക്കുകയാണ്. അവളുടെ യാത്ര മിക്കവാറും മിസ്രയീം ലക്ഷ്യമാക്കിയായിരിക്കണം. കാരണം അവൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി അവിടെ എത്തുക, തൻ്റെ രാജ്യത്ത് താൻ എവിടെ നിന്ന് പോരുന്നോ അവിടേക്ക് മടങ്ങിയെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം അവൾ യാത്ര ചെയ്തത്. പക്ഷേ 21 അധ്യായത്തിൻ്റെ തന്നെ 19 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 14 19 തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയാവോ? Abraham gave a skin or a bottle of water, but God gave a well of water. അബ്രഹാം കൊടുത്തപ്പോൾ ഒരു തുരുത്തി വെള്ളം കൊടുത്തു. പക്ഷേ ബാലൻ്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വന്ന ദൈവം കൊടുത്തപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഉറവ, ഒരു കിണർ, ഹല്ലേലൂയ, സ്തോത്രം, നിറയെ വെള്ളം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ നിന്ന് മനുഷ്യരാരെങ്കിലും നമുക്ക് തന്നാൽ അത് നമ്മുടെ ഈ മരുഭൂയാത്രയിൽ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം തന്നാൽ ഒരിക്കലും അവസാനിക്കത്തില്ല. ബേർശേബയിൽ ഹാഗാറിന് വേണ്ടി, തൻ്റെ പൈതലിന് വേണ്ടി തുറന്ന ഉറവ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യരൊക്കെ തന്നത് പലതും തീർന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ, തീർന്നു പോകാത്ത ഒരു ഉറവ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗം ഒത്തിരി വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ദൈവം ഒരു പുതിയ ഉറവ തുറന്നതാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 19 വാക്യത്തിൽ പറയുന്നത്, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതായത് അവൾക്ക് നീരുറവ അവിടെ ഉണ്ടായിട്ടും അവൾക്ക് കാണാൻ കഴിയാതെ വണ്ണം അവളുടെ സങ്കടവും അവളുടെ വേദനയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഹല്ലേലൂയ വിഷയവും ബാലൻ്റെ തളർച്ചയും എല്ലാം കൂടെ അവളുടെ കണ്ണിനെ അന്ധത പിടിപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവനെ സംരക്ഷിക്കാനുള്ള, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഉറവകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഭാരം, കണ്ണുനീര്, വേദന, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ആ ഞെരുക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം, ഹല്ലേലൂയ, സ്തോത്രം, ഈ വിഷയങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് പലപ്പോഴും ദൈവത്തിൻ്റെ ആ പ്രൊവിഷൻ കാണാതെ നമ്മുടെ കണ്ണടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും അതുപോലെ കണ്ണടഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തൻ്റെ സർവശക്തിയാൽ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുറന്ന് ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് കാണാനുള്ള ഒരു കൃപ, അതിനകത്ത് നിന്ന് അനുഭവിക്കാനുള്ള ഒരു കൃപ, അത് നിമിത്തം ഹല്ലേലൂയ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ. 14 വാക്യത്തിൽ
നാം വായിക്കുന്നത് അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അബ്രഹാം മറ്റു ചില സന്ദർഭങ്ങളിലും കൂടെ അതികാലത്ത് എഴുന്നേറ്റിട്ടുണ്ട് അല്ലേ? 19-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും അതികാലത്ത് എഴുന്നേറ്റ ഒരു അബ്രഹാമിനെ കാണാനായിട്ട് കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചോ ഇല്ലയോ? തൻ്റെ ഇൻ്റർസെഷന് മറുപടി കിട്ടിയോ? തൻ്റെ സഹോദരനെ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ പ്രാർത്ഥന മൂലം, ഞാൻ ഇടിവിൽ നിന്നതുമൂലം എനിക്ക് വീണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞോ എന്നറിയുവാൻ അതികാലത്തെ താൻ എഴുന്നേൽക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങുന്ന ചില വിഷയങ്ങളുടെ മറുപടി ലഭിച്ചോ ഇല്ലയോ എന്നറിയാൻ അതികാലത്ത് എഴുന്നേൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. 22-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും അബ്രഹാം അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകാൻ. ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിലെ ആ ഒരു വിശ്വാസത്തിൻ്റെ അതികഠിനമായ ആ പരിശോധനയുടെ നടുവിൽ ഹല്ലേലൂയ അനുസരണത്തിനായി താൻ എഴുന്നേൽക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഈ 28-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ തലയ്ക്ക് വെച്ചിരുന്ന കല്ലെടുത്ത് വെച്ച് അതിനെ അഭിഷേകം ചെയ്ത് ദൈവവുമായിട്ട് ഉടമ്പടി, അല്ലെങ്കിൽ എന്നെ മടക്കി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഈ കല്ലൊരാലയമാകുമെന്ന് പറയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതികാലത്ത് എഴുന്നേൽക്കുന്ന ഒരനുഭവം നമുക്ക് അവിടെയും വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അനുസരിക്കുവാനായി അതിരാവിലെ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥന മറുപടി കിട്ടിയോ എന്നറിയുവാൻ അതിരാവിലെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലയ്ക്ക് ഭാരമായിരിക്കുന്നതിനെ ഹല്ലേലൂയ, സ്തോത്രം, അതിനെ ഒരു ആലയമാക്കി തീർക്കത്തക്കവണ്ണം ദൈവവുമായിട്ടുള്ള ചില ഉടമ്പടികൾ ചെയ്യുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അതിരാവിലെ എഴുന്നേൽക്കണം. ഒരു ബഥേൽ അവിടെ ജനിക്കുകയാണ്. ഒരു ബഥേൽ, യഹോവ ഇവിടെയുണ്ട്, സത്യം. ചില ബഥേലുകൾ ജനിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, മോശ അതിരാവിലെ എഴുന്നേറ്റു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, കൽപ്പലകളുമായിട്ട് താൻ കയറിപ്പോവുകയാണ്. സീനായുടെ നെറുകയിലേക്ക് താൻ കയറിപ്പോവുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, ചിലതൊക്കെ എഴുതി വാങ്ങിക്കുവാൻ ഹല്ലേലൂയ, ചില കൽപ്പനകൾ ഹല്ലേലൂയ, നാം ഈ ഭൂമിയിൽ പ്രമാണിക്കേണ്ടുന്ന ചില പ്രമാണങ്ങൾ നമുക്ക് ലഭ്യമാകത്തക്കവണ്ണം ഹല്ലേലൂയ, തുടർന്നുള്ള മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ നിലനിർത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവീക പ്രമാണങ്ങൾ പ്രാപിക്കുവാൻ അതികാലത്ത് നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ മലമുകളിലേക്ക് കയറുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ എൽക്കാനയും കുടുംബവും അതികാലത്ത് എഴുന്നേറ്റത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ, എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ, ടു വർഷിപ്പ് ദ ലോർഡ്, ദൈവത്തെ ആരാധിക്കുവാൻ കുടുംബമായി അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു അനുഭവം നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്, എന്നോടൊപ്പം എൻ്റെ സന്തതികൾ, എന്നോടൊപ്പം എൻ്റെ കൂട്ടാളി അതിരാവിലെ എഴുന്നേൽക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ഒരനുഭവം ഹല്ലേലൂയ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ എഴുന്നേൽക്കുന്ന ഒരനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ താൻ അതികാലത്ത് എഴുന്നേറ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ അവർ പാപം ചെയ്തു പോയെങ്കിൽ ഹല്ലേലൂയ, അവർക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റ ഒരു ഭക്തനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ അതികാലത്ത് എഴുന്നേൽക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാര്യം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഹല്ലേലൂയ, സ്തോത്രം,
ചെയ്തു വന്നത് നമുക്ക് കാണാൻ കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ താൻ ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് അങ്ങനെ ഒരു സോളിറ്ററി പ്ലേസിൽ ഒറ്റയ്ക്കിരുന്ന് അധികാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തനിക്ക് ആവശ്യമായിരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുവാൻ ഈ അധികാലത്തെ പ്രാർത്ഥന എത്ര ആവശ്യമാണ് എന്നുള്ളത് ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, യേശു അധികാലത്ത് എഴുന്നേറ്റ് ആലയത്തിൽ ചെന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടീച്ച് ദ പീപ്പിൾ. ഹല്ലേലൂയ, പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ തക്കവണ്ണം താൻ അധികാലത്ത് എഴുന്നേറ്റ് ആലയത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അന്നത്തെ ദിവസം ലോകത്തോട് വിളിച്ച് പറയുവാനായിട്ടുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, പറയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അധികാലത്ത് എഴുന്നേൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ജനം അധികാലത്ത് എഴുന്നേറ്റ്, ഹല്ലേലൂയ, അവനിൽ നിന്ന് കേൾക്കുവാൻ അധികാലത്ത് എഴുന്നേറ്റ് പോകുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കാനായി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, കേട്ടത് വിളമ്പിക്കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവവുമായി ഉടമ്പടി ചെയ്യുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി, ഹല്ലേലൂയ, സ്തോത്രം, ലഭിച്ചെന്നുള്ള ഉറപ്പുവരുത്തുവാൻ, ഹല്ലേലൂയ, കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഒരുമിച്ച് കുടുംബമായി ആരാധിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒക്കെ അധികാലത്ത് എഴുന്നേൽക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ 31-ാം അധ്യായത്തിൽ നമുക്കൊരു വേർച്വസ് വുമണിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആ 31-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവളും അധികാലത്ത് എഴുന്നേൽക്കുന്നു. വായിക്കാം. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. ആമേൻ. ഇവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, അല്ലെ, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. നാം പ്രാപിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വേലക്കാരത്തികൾക്ക് പോലും ഓഹരി കൊടുക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് അധികാലത്ത് എഴുന്നേറ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അബ്രഹാം കുഴിച്ച ഒരു കിണറിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് അബീമേലെക്ക് ചെയ്യുന്ന ഉടമ്പടിയെ കുറിച്ചൊക്കെ നമുക്കതിൻ്റെ അടുത്ത ഭാഗത്ത് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, ദേശത്ത് ചിലരുമായി ഉടമ്പടിയോടുകൂടി ഹല്ലേലൂയ ജീവിക്കുവാൻ, ചില ബർശേബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അല്പം നീണ്ടുപോയി ഇന്നത്തെ ഹല്ലേലൂയ ധ്യാനമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.